കർത്താവിൻ്റെ മഹത്വം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മെ അത്ഭുതകരമായി പരിപാലിച്ച കർത്താവിനെ ആരാധിപ്പാൻ നാം നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ദൈവഭാഗെ അടച്ച് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നടക്കുന്ന ദൈവദിന ശുശ്രൂഷ, ആത്മീക ആരാധന, സങ്കീർത്തനം എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹാത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല ഈ രാവിലെ സമയത്തിന് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായുഗമായി ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലും ഇടങ്ങളിലുമായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച വട്ടം ഞങ്ങളവിടെ കടന്നുപോയി വളരെ വേദനാജനകമായ അനുഭവങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ, കൂട്ടമായ ആളുകൾ മരിച്ച് മൺമറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ, മരിച്ചവരും അവനതിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ, ഞങ്ങൾക്ക് ജീവനോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ പ്രാണനാഥൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി അങ്ങ് സ്തുതിപ്പാൻ നൽകിയ ആത്മനിയോഗത്തിനായി സ്തോത്രം. ഇന്നത്തെ ആരാധന വലിയ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. ഞങ്ങളെ ലോകമെമ്പാട് ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ കാഴ്ചക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഭായോഗം, ഈ വർഷിപ്പ് എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. കർത്താവെ, ആരാധന ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ കൃപ അവിടുത്തെ മക്കളുടെ മേൽ പകരണമേ. ഈ ആരാധന വലിയ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. ഞങ്ങളുടെ വെള്ളനാട് IPC ഹോറിയ വർഷിപ്പ് സെൻറ്റർ ദൈവസഭയിലെ മുഴുവൻ കുടുംബങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നതുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ, ജീവനുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും IPC ഹോറിയ വർഷിപ്പ് സെൻറ്റർ വെള്ളനാട് സഭയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. തുടർന്ന് IPC ഹോറിയ വർഷിപ്പ് സെൻറ്റർ സഭയിലെ സംഗീത വിഭാഗമായ ഹോറിയ ബോയ്സ്, അതിലെ കുഞ്ഞുങ്ങൾ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടുന്നവരോട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. കർത്താവ് വലിയവരെ അനുഗ്രഹിക്കട്ടെ.
ഏറ്റവും അടുത്ത തുണയും എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. ഭക്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ഓ കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരുന്നു. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരുന്നു. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരുന്നു. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിക്കൂ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിക്കൂ. കർത്താവിൻ്റെ മഹത്വം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഹോർ ബോയ്സിൻ്റെ സ്നേഹവന്ദനം ഒരുമിച്ച് പാടി കർത്താവിനെ ആത്മനിറവിൽ കരങ്ങളടിച്ച് ശക്തിയോടെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര.
മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. ഓ വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. ഓ വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ glory, glory, വീടിനു മുദ്ര. hallelujah. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. ഇപ്പോൾ പ്ലസൻ ബൈജു മുമ്പോട്ട് വന്ന് 27-ാം സങ്കീർത്തനം വായിച്ച് നമ്മെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ.
അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൽ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുമേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളയണമേ. എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരതവും വിശ്വസിക്കുന്നവരോട് എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടുകൂടെ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നമ്മെ ഇതുവരെ നടത്തിയ ദൈവം എത്രയോ ആളുകൾ മരണത്തിലൂടെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ജനലക്ഷങ്ങൾ മരിച്ചു വീണു. ഡെഡ് ബോഡികൾ കുഴിച്ചിടുവാൻ കഴിയാതെ നമ്മുടെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡോക്ടേഴ്സുകൾ കൂട്ടമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. നേഴ്സസ് കൂട്ടമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുമ്പോട്ടുള്ള ഗമനം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ പരിപാലകൻ, മയങ്ങാത്ത ഉറങ്ങാത്ത നമ്മുടെ കർത്താവ്, നമ്മെ അത്ഭുതകരമായി സൂക്ഷിക്കുന്ന ദൈവം, ആ കർത്താവിനെ നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ച് പാടി ആത്മനിറവിൽ ആരാധിക്കാം. നമ്മൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് പ്ലീസ് ദയവായിട്ട് ഞങ്ങളോട് ചേർന്ന് കരങ്ങൾ അടിച്ച് പരിസരം നോക്കാതെ, നാളെ നമുക്ക് ദൈവം ആയുസ് നൽകുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ്, ദൈവം തന്നിരിക്കുന്ന ജീവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ. ഹല്ലേലൂയ! ഇത് നല്ലൊരു ദിവസമാണ്. കരങ്ങൾ അടിച്ച് പാടി ഞങ്ങളോട് ചേർന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുക. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ! ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലമെന്റെ ഉള്ളിലുള്ളതാ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലമെന്റെ ഉള്ളിലുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുവേ.
ബാധയതൊന്നും അടുക്കയില്ല. എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും തിന്മയതൊന്നും വരികയില്ല. എല്ലാം നന്മയായി തീർന്നിടുമേ. ബാധയതൊന്നും അടുക്കയില്ല. എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. 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 ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി എന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരും തരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമായി എന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരും തരികിൽ. ചേർന്ന് അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരോ. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. അതുകൊണ്ട് സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ഓ ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനമെന്നെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനമെന്നെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ. വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. ഓ സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ. വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയെ നടത്തുന്നു. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഓ
അസാധ്യമായിരിക്കുന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആമേൻ അസാധ്യമായിരിക്കുന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരോ ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. അവൻ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാൽ. ഹല്ലേലൂയ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ സാധ്യമേ ഹല്ലേലൂയ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൽ കൂടെയുള്ളതാ. ആയിരിക്കുന്നിടത്ത് നമ്മുടെ കണ്ണുകൾ എല്ലാവർക്കും ദൈവത്തിൽ അടച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് മലർത്തിപ്പിടിച്ച് ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവം, ഇത്രത്തോളം നമ്മെ പരിപാലിച്ച ദൈവം, ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്ത ഉറങ്ങാത്തവനായ ദൈവത്തെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് മലർത്തിപ്പിടിച്ച് ഹല്ലേലൂയ അന്നവസ്ത്രാദി നന്മകളെ നമുക്ക് നൽകിയ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ സ്വർഗത്തിലേക്ക് മലർത്തി പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു. നിൻ മഹാകൃപയ്ക്കായി നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. 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 അങ്ങേ ഞാൻ കണ്ണുകളടയ്ക്കാം. ഇന്ന് തുറന്നു നടക്കുന്ന വചന ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് കർത്താവിന്റെ ദാസൻ ബ്രദർ സുബൈൻ മുമ്പോട്ട് വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹവും പ്രശാന്തരവുമായി നല്ല പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ രാഴ്ചക്കാലം മുഴുവൻ ദൈവം ഞങ്ങളെ ഏവരെയും കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ ഞങ്ങളെ ഏവരെയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ വണ്ണ ദൈവം ഇതുവരെയും കാത്തു പരിപാലിച്ചുവല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ലോകം ഭയാനകമായ കർത്താവേ, ആദിയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവേ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഈ പകൽക്കാലം വരെ കർത്താവ് കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് നടക്കുന്ന കർത്താവേ ഓൺലൈൻ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ ദൈവദാസനെ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവചനം പ്രസംഗിക്കാനുള്ള കൃപ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വചനത്തിൽ കൂടി ദൈവമേ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകലരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ കർത്താവിൻ്റെ പരിശുദ്ധ നാമം മനോഹരമായ വിശുദ്ധ പകൽ വാഴ്ത്തപ്പെടട്ടെ. ലോകത്തിൻ്റെ 5 വൻകരകളിലും കൊറോണയുടെ ഭീതി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച്
നമ്മുടെ ഭാരതം ലോകത്തിലെ മറ്റ് എല്ലാ രാജ്യങ്ങളെക്കാളും വ്യത്യസ്തമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊറോണയുടെ അതിപ്രസരം നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും വരികയില്ല എന്ന് കേന്ദ്ര ഭരണവും മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ നമ്മുടെ സംസ്ഥാനം വളരെ നല്ല സംസ്ഥാനമാണ്, ഇവിടെ അധികം കൊറോണ ബാധിക്കില്ലെന്ന് നമ്മുടെ സംസ്ഥാന സംസ്കാരമൊക്കെ ഒരു സമയത്ത് ഒരല്പം അഹങ്കാരത്തോടെ പറഞ്ഞപ്പോൾ കൊറോണയുടെ ഭീതി ലോകം മുഴുവൻ വ്യാപിച്ചതിന് അപ്പുറമായി നമ്മുടെ ഇന്ത്യയെ ഭയാനകരമായി കടന്നു പിടിച്ച സംഭവം നമുക്കറിയാം. ഞാൻ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോവിഡ് വന്ന് മരിച്ച പലരുടെ ഡെഡ് ബോഡികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ടി വന്നതുകൊണ്ട് കാണുവാനിടയായി. കൂട്ടമായ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. വാർഡുകളിൽ രോഗികളെ കിടത്തുവാൻ ബെഡില്ലാതെ വണ്ണം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെന്റിലേറ്റർ സംവിധാനങ്ങൾക്ക് പരിമിതി വന്നുകൊണ്ടിരിക്കുന്നു. നാളെ എന്താകും എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയത്തില്ല. ഒരു കാര്യം കഴിഞ്ഞ ഞായറാഴ്ച ഓർപ്പിച്ചതുപോലെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിൽക്കൽ തന്നെയാണ്. പ്രിയരെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. എന്നാൽ ഇന്ന് മുതൽ വരുന്ന ഞായറാഴ്ച വരെയും നമുക്ക് ജീവിപ്പാനുള്ളൊരു ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ളൊരു ദൈവോധന ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. ലോകത്തിലെ എല്ലാ വൻകരകളിലും എന്നെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് വെള്ളനാട് IPC ഹോറെ വർഷിപ്പ് സെൻറ്റർ ദൈവസഭയിലെ ദൈവമക്കൾക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഹൃദയപൂർവ്വം സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഒരു ദൈവോധന ഭാഗം നിങ്ങളുടെ മുൻപിൽ വച്ച് അല്പം ചില ആലോചനകൾ ഈ ദൃശ്യമാധ്യമത്തിലൂടെ പങ്കുവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. അതിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 8-ാമത് വാക്യം ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 64-ാം അധ്യായം 8-ാമത് വാക്യം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനഞ്ഞവനുമാകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. കുശവനായ ദൈവം, നമ്മെ പണിയുന്നവനായ ദൈവം, ഇന്ന് ഈ രാവിലെ സമയം നമ്മോട് കൂടെയുണ്ട്. ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം ഈ വചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി, ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. മനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. ഞങ്ങളുടെ പിതാവേ, നല്ല കുശവനായ നല്ല കർത്താവേ, നല്ല പകൽ വിളക്കായ സ്തോത്രം. ഈ വിശുദ്ധ ദിവസം നിങ്ങളുടെ സന്നിധിയിൽ ദൈവോധന കേൾവിക്കായി ശിരസ് നമിച്ചിരിക്കുന്ന മുഴുവൻ ദൈവമക്കളെയും സുവിശേഷ സ്നേഹികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വായിച്ച വചനത്തിനോട് ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ നിവർന്നിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവത്തിന് എത്രയും ശക്തിയുണ്ടോ അത്രയും ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ദൈവം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും, അത് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യിരെമ്യാ പറയുന്നു, ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും, നിനക്ക് പ്രാണന് രക്ഷയുണ്ടാകും. ആ വാക്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. വചനത്തിന് നമ്മുടെ ഹൃദയത്തെ തുറക്കുവാൻ ശക്തിയുണ്ട്. വചനത്തിന് നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ഒപ്പിയെടുക്കുവാൻ ശക്തിയുണ്ട്. വചനത്തിന് നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുണ്ട്.
വചനത്തിന് നമ്മെ കുത്തി മുറിവേൽപ്പിക്കുവാനും മുറിവുകളെ പൊറപ്പിക്കുവാനും ശക്തിയുണ്ട്. വചനത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ തീ കത്തിക്കുവാൻ ശക്തിയുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനമാണ്. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള വചനമാണ് നിങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കുന്നത്. എനിക്ക് ഓർമ്മയിൽ ഞാനൊരിക്കൽ പവർ വിഷൻ ചാനലിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ബാംഗ്ലൂരിൽ ഒരു സഹോദരി കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീയുടെ അഭിഷേകം വന്നിറങ്ങുകയും അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന രോഗം അപ്രത്യക്ഷമാവുകയും ചെയ്തത് അവർ എന്നെ വിളിച്ചറിയിക്കുവാനിടയായിത്തീർന്നു. അനേക അത്ഭുതങ്ങൾ ദൈവദാസന്മാർ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ ക്യാൻസറിൻ്റെ രോഗത്തിൻ്റെ ആ ഫൈബ്രോയിഡ് ദേവരാജൻ എന്നൊരു ദൈവദാസൻ ദൈവവചനം പ്രസംഗിക്കുന്ന പകലിൽ വചന ശുശ്രൂഷയുടെ നടുവിലാണ് ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായി പോയത്. വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ അല്പസമയം നമുക്കായിരിക്കാം. വിശുദ്ധ ബൈബിളിൽ ആകെക്കൂടെ 17 പ്രവചന പുസ്തകങ്ങളാണ് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ 16 പ്രവചന പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 1 പ്രവചന പുസ്തകവും. പഴയ നിയമത്തിലുള്ള 16 പ്രവചന പുസ്തകങ്ങളുടെ രചയിതാക്കളെ രണ്ടായി തിരിക്കുന്നു: വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും. വലിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിലുള്ളത് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്ന് 4 പ്രിയപ്പെട്ടവരാണ്. അവരുടെ പ്രവചന ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് അവർക്ക് ലഭിച്ചത്. ചെറിയ പ്രവാചകന്മാർ ഹോശേ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കുക്ക്, സഫന്യാവ്, ഹഗ്ഗായി, സഖരിയാവ്, മലാഖി എന്നീ 12 പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ 1 പ്രവചന പുസ്തകമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകമാണ്. പഴയ നിയമത്തിലുള്ള 16 പ്രവചന പുസ്തകങ്ങളിൽ അഗ്രഗണ്യനായ പ്രവാചകന്റെ പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. കാരണം ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ പുതിയ യെരൂശലേം വരെയുള്ള കാര്യാദികൾ അദ്ദേഹം അടുക്കും ചുട്ടയോടെ ആലങ്കാരികമായി വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ ശബ്ദം ഉയർത്തി മൈക്രോഫോണിൽ വായിച്ച് കേൾപ്പിക്കും. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം അതിന് 8-ാമത് വാക്യം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനഞ്ഞവനുമാകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. യഹോവേ, അങ്ങ് ഞങ്ങളുടെ പിതാവ്, അങ്ങ് ഞങ്ങളെ മനഞ്ഞവനും, അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവും, അങ്ങ് ഞങ്ങൾക്ക് കുശവനായി ഞങ്ങളെ മെനഞ്ഞവനും, ഞങ്ങൾ അങ്ങയുടെ കൈപ്പണിയുമാണ്. നമ്മെ പണിയുന്ന കുശവൻ, നമ്മെ പണിയുന്ന പിതാവ് എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് ഒരല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നത്. പണിയുന്ന ദൈവം. 127-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു. അപ്പം വീട് എന്ന് പറയുന്നത് അവിടെ വായിക്കുന്ന വീട് ഒരു ഭൗതികമായ വീടല്ല, ആത്മീകമായ ഗൃഹമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ വീടെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ശരീരമാണ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം ദൈവാലയത്തെ നോക്കിയിട്ട് ആശ്ചര്യത്തോടെ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, എത്രയോ വർഷങ്ങൾ കൊണ്ട് പിതാക്കന്മാർ പണികഴിപ്പിച്ച വലിയ ദൈവാലയമാണ്. യേശു പറഞ്ഞു, നിങ്ങളിതിനെ പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു പിറുപിറുക്കാൻ തുടങ്ങി. കർത്താവിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ദീർഘവർഷങ്ങൾ കൊണ്ട് പണികഴിപ്പിച്ച ഈ ദൈവാലയം 3 ദിവസം കൊണ്ട് പണിയുമെന്നോ? കർത്താവ് പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചായിരുന്നു. ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് പറഞ്ഞത് യെരൂശലേം ദൈവാലയമല്ല, യേശുവിൻ്റെ ശരീരം എന്ന മന്ദിരമായിരുന്നു. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വീട്, ഭവനം, ഗൃഹം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളും ആത്മീക വാക്യങ്ങളാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. നമ്മുടെ വീടിനെ 3ആയി തിരിക്കുന്നു. ഒന്ന് ദേഹം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. 3 മുറികളുള്ള ഒരു ഗൃഹമാണ് മനുഷ്യൻ്റെ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം 3 മുറികളുള്ള ഒരു ഗൃഹമാണ്. അതിൽ ദൈവം വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്പിരിറ്റിലാണ്, ആത്മാവിലാണ് ദൈവം വസിക്കുന്ന സ്ഥലം. നമുക്ക് ആ ചിന്തയിലേക്ക് പോകുവാനുള്ള സമയം അനുവദനീയമല്ല. അതുകൊണ്ട് നമ്മെ പണിയുന്ന ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മുടെ ദൈവത്തിന് നമ്മെ പണിയുവാൻ കഴിയും. നമ്മുടെ നാട്ടിൽ എത്രയോ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, എത്രയോ തലമുറകൾ തകർന്നു കിടക്കുന്നു, എത്രയോ യുവതിവാക്കന്മാരുടെ ജീവിതങ്ങൾ തകർന്നു കിടക്കുന്നു. രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പണിതവർ, പണം കൊണ്ട് പണിതവർ, സൗന്ദര്യം കൊണ്ട് പണിതവർ, അവരുടെ കുടുംബ മഹിമ കൊണ്ട് പണിതവർ, ജാതി കുല മഹിമ കൊണ്ട് പണിതവർ, വർണ്ണവർഗ വ്യത്യാസം കൊണ്ട് പണിതവർ,
കുടുംബശ്രേഷ്ഠത കൊണ്ട് പണിതവർ, പക്ഷേ അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന ഒരു സ്റ്റേറ്റായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുന്ന ഭാഗം വേദനയോടെ പറയാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, എത്ര മനുഷ്യൻ പണിതുയർത്തിയ പല കൊട്ടാരങ്ങളും സാമ്രാജ്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ സാമ്രാജ്യത്തിൻ്റെ പണി നിർവഹിച്ചത് നിമ്രോദാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ പണിയെ തകർത്ത് കളഞ്ഞൊരു ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മനുഷ്യൻ തകർത്ത് കളഞ്ഞ പല പണികളെയും ദൈവം പിന്നത്തേതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം പുനഃസൃഷ്ടികരിച്ച് പണിയെടുത്തിട്ടുണ്ട്. അതെല്ലാം തകർന്നു പോകാതെ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തകർന്ന ഒരു പാത്രമെങ്കിൽ, ഉടഞ്ഞൊരു പാത്രമെങ്കിൽ ഈ നല്ല കർത്താവിൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്ക്. നമ്മെ പണിയുന്നവർ ദൈവം. നമുക്ക് അതിനാധാരമായി ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വളരെ അനുഗ്രഹീതമായ ചില വചനഭാഗങ്ങൾ നമ്മൾ അവിടെ കാണുകയാണ്. ഒരിക്കൽ യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, സ്തോത്രം, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. 3-ാമത്തെ വാക്യം മുതൽ വായിച്ച് കേൾക്കാം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 3-ാമത് വാക്യം. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകനെ സർവശക്തനായ ദൈവം ആത്മാവിൽ ഒരു കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആത്മാവിൽ കൊണ്ടുപോവുകയാണ്. അതൊരു പ്രാർത്ഥനാ സ്ഥലത്ത് താൻ ഇരിക്കുമ്പോൾ ദർശനത്തിലൂടെ തന്നെ കാണിക്കുകയോ മറ്റോ ആകാം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയിൽ നമ്മൾ വായിക്കുന്നത് അക്ഷരികമായിട്ട് യെഹെസ്കേൽ ചെന്ന് യാത്ര ചെയ്യുന്ന ഒരു താഴ്വരയല്ല, അത് ആത്മാവിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. യിരെമ്യാവ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുശവന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് 2-3 നിലകളിൽ ചിത്രീകരിക്കാം. ഒന്ന്, കുശവന്റെ ദർശനം. കുശവന്റെ ദർശനം. 2, കുശവന്റെ പ്രവർത്തന രീതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കുശവന്റെ ദർശനത്തിലേക്ക് വരാം. എന്താണ് കുശവന്റെ ദർശനം? നമ്മുടെ നാട്ടിൽ ധാരാളം തോടുകളും ആറുകളും ഒക്കെ ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നതിനടുത്ത് കരമനയാറ് എന്ന് പറയുന്ന ഒരു ആറ് അതിവിശാലമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമീപ പ്രദേശത്തുള്ള മണ്ണ് കളിമണ്ണാണ്. ഈ കളിമണ്ണിൻ്റെ പുറത്ത് ആടുകളും പശുക്കളും നാൽക്കാലികളും ഇഴജന്തുക്കളും ഒക്കെ ധാരാളം യാത്ര ചെയ്തു പോകാറുണ്ട്. ധാരാളം മനുഷ്യർ ചവിട്ടി മെതിച്ച് യാത്ര ചെയ്തു പോകാറുണ്ട്. പാഴും ശൂന്യമായി കിടക്കുന്ന ഈ മണ്ണ് സാധാരണക്കാരനായ ഞാനാണെങ്കിലോ മറ്റൊരു മനുഷ്യനാണെങ്കിലോ പറയും, അയ്യോ എന്ത് വൃത്തികെട്ട മണ്ണാണ്, ആർക്കും വേണ്ടാത്ത ചെളിയായി കിടക്കുന്ന മണ്ണ്. പക്ഷെ ഒരു കുശവൻ ആ മണ്ണിൽ കാണുന്നത് വേസ്റ്റുകളല്ല, വൃത്തികേടുകളല്ല, ഹീനമായി പോയ അനുഭവങ്ങളെയല്ല. കുശവൻ കാണുന്നത് മനോഹരമായ പാത്രങ്ങളെയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം കുശവൻ ജോലിക്കാരുമായിട്ട് ആ ആറ്റിൻ്റെ തീരത്തേക്ക് വന്നിട്ട്, ദൈവത്തിന് സ്തോത്രം, ആ മണ്ണിനെ വെട്ടിയെടുത്ത് തൻ്റെ പണിശാലയിലേക്ക് കുശവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മണ്ണിനെ വെട്ടിയെടുക്കുമ്പോൾ ഒന്നാമത്തെ വേദന. രണ്ടാമത്തെ വേദന, കൊണ്ടുവന്ന മണ്ണുകളെ കൂട്ടിയിട്ടതിന് ശേഷം കുശവൻ്റെ പ്രവർത്തന രീതിയിലേക്ക് പ്രവേശിക്കുകയാണ്. മണ്ണുകൾ കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ദർശനം കണ്ട ആ മണ്ണിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി? അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരോ ആ മണ്ണിൻ്റെ പുറത്തോട്ട് കയറി ചവിട്ടുവാൻ തുടങ്ങും. ചവിട്ടി ചവിട്ടി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. ചവിട്ടി 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 ആ മണ്ണിനെ മെതിക്കുമ്പോൾ മണ്ണിനകത്തുണ്ടായിരുന്ന വാഴ നാരും തെങ്ങിൻ്റെ നാരും റബ്ബറിൻ്റെ വേരും മറ്റ് വേസ്റ്റുകളെല്ലാം ചവിട്ടുകൊള്ളുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞ് പുറത്തു വരുവാനിടയായിത്തീരും. ചവിട്ടുമ്പോൾ മണ്ണിന് നല്ല വേദനയുണ്ടാകും. ആദ്യം വെട്ടേറ്റ മണ്ണ്, രണ്ടാമത് ചവിട്ടേറ്റ മണ്ണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദനിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യേകത, മണ്ണിനകത്തുള്ള വേസ്റ്റുകളെല്ലാം പുറത്തള്ളപ്പെടുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവവേദന, കഷ്ടതയിലൂടെ, വേദനയിലൂടെ, കണ്ണുനീരിലൂടെ
മറ്റുള്ളവർക്ക് ലഭിക്കാത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യർ നിങ്ങളെ ചവിട്ടുമ്പോൾ ഭയപ്പെട്ടു പോകരുത്. വെറുതെ അല്ല, നശിപ്പിക്കാനല്ല, കൊല്ലാനല്ല, മരണത്തിന് വേണ്ടിയിട്ടല്ല, നിന്റെ അകത്തുള്ള പാപ സ്വഭാവങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. തിന്മയായിട്ട് ദൈവം ഒന്നും ചെയ്യാറില്ല, ദോഷമായിട്ടൊന്നും ദൈവം ചെയ്യാറില്ല. മറ്റുള്ളവർ നിന്നെ വേദനിപ്പിക്കുമ്പോൾ, മനുഷ്യർ നിന്നെ വേദനിപ്പിക്കുമ്പോൾ, നീ സ്നേഹിച്ചവർ, നിന്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങിക്കഴിച്ചവർ, നീ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടവർ നിന്നെ വല്ലാതെ വ്യസനിപ്പിക്കുമ്പോൾ ഭയപ്പെടരുത്. ദൈവവേദനേ, നിന്റെ അകത്തുള്ള ചില പാപ സ്വഭാവങ്ങൾ, നെഗറ്റീവായ ചില സ്വഭാവങ്ങൾ, അത് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് കുശവനായ കർത്താവ് മനുഷ്യരെ നമ്മുടെ തലമേൽ കയറി ഓടുമാറാക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്, വേസ്റ്റുകൾ മാറിയ മണ്ണിനെ കുഴച്ചെടുത്ത് ചക്രത്തിലോട്ട് വയ്ക്കുകയാണ്. ചക്രത്തിൽ വയ്ക്കുമ്പോൾ ചക്രത്തിൽ വന്നല്ലോ എന്നൊരു സന്തോഷം മണ്ണിനുണ്ടെങ്കിലും ചക്രം കറങ്ങുന്നതനുസരിച്ച് മണ്ണ് കൂടെ കറങ്ങുകയാണ്. മണ്ണ് കറങ്ങുമ്പോൾ തന്നെ കുശവന്റെ വലത്തെ കരം ഈ മണ്ണിൻ്റെ പുറത്തുണ്ടാകും. ചക്രത്തിൻ്റെ കറക്കവും കുശവന്റെ കരസ്പർശനവും നിമിത്തം ഭയങ്കരമായ വേദന. അതിന് പറയുന്ന വാക്കാണ് വിശ്വാസത്തിൻ്റെ പരിശോധന. ഇത് എല്ലാവർക്കുമില്ല പ്രിയരെ. ഒരു പ്രമോഷൻ വേണോ, ഒരു സ്ഥാനക്കയറ്റം വേണോ, നിനക്കൊരു ഉയർച്ച വേണോ, നീ മിനുസമുള്ള പാത്രമായി പുറത്തു വരണോ, നിനക്ക് ആ ശോധനയിലൂടെ കടന്നുപോയേ മതിയാകുള്ളൂ. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവദാസന്മാരെ, ശ്രേഷ്ഠ ദൈവമക്കളെ, എന്തുകൊണ്ട് എൻ്റെ കൂടാരത്തിൽ മാത്രം ഇത്രയും വേദന, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇത്രയും കണ്ണുനീർ അനുഭവിക്കും ചോദിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത കണ്ണുനീര് നിനക്കധികം വർദ്ധിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു, മിനുസമുള്ള പാത്രമായി നീ പുറത്തു വരാൻ വേണ്ടിയാണ്. അങ്ങനെ വിശുദ്ധ ബൈബിളിലും ലോകചരിത്രത്തിലും ചവിട്ടേറ്റവരും, തുപ്പലേറ്റവരും, വെട്ടുകൊണ്ടവരും, സ്തോത്ര കുശവന്റെ കരസ്പർശനമേറ്റവരും ഒക്കെ പിന്നത്തേതിൽ മിന്നുന്ന, തിളങ്ങുന്ന മനോഹരമായ പാത്രങ്ങളായി പുറത്തു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൂത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ചിന്തിച്ച് നാം കടന്നു പോകുന്ന ശോധനയുടെ അനുഭവങ്ങൾ, നാം അനുഭവിക്കുന്ന വേദനയുടെ താഴ്വരകൾ നശിപ്പിക്കാനല്ല, നമ്മെ മനോഹരമായ പാത്രമായി പുറത്തു കൊണ്ടുവരുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. കുശവൻ വായിച്ചേ, 18-ാം അധ്യായം 4-ാമത് വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കുശവന്റെ കയ്യിൽ പണി കഴിപ്പിച്ചു കൊടുക്കുന്ന പാത്രം ചീത്തയായി പോവുകയാണ്. പല ആളുകളും ആത്മീക പിന്മാറ്റത്തിലേക്ക് പോകുന്നു, പലരുടെ വിശ്വാസം വിട്ട് വീണുടയുന്നു. എങ്കിലും കുശവൻ തള്ളിക്കളയുവാൻ തയ്യാറാകുന്നില്ല. ആ പാത്രത്തെ തനിക്ക് തോന്നിയ മറ്റൊരു പാത്രമാക്കി മാറ്റുന്നു. എനിക്ക് ആ ഭാഗത്ത് നിന്ന് ഒത്തിരി വിസ്തരിക്കുവാൻ സാഹചര്യം അനുവദിക്കുന്നില്ല. ഈ പ്രഭാതത്തിൽ നിന്നെ എങ്ങനെ പണിയണമെന്ന് കുശവൻ അറിയാം. നീ തകർന്നു പോയോ, നീ ഉടഞ്ഞു പോയോ, നീ ഭാരപ്പെട്ടു പോകരുത്. നിന്നെ മനോഹരമായ പാത്രമായി പുറത്തു കൊണ്ടുവരുവാൻ കുശവന് കഴിയും. നമുക്ക് റോമാലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 9-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, റോമാലേഖനം 9-ാം അധ്യായം 20-ാമത്തെ വാക്യം, നമ്മളവിടെ കാണുന്ന ഒരു വാക്യം ഒന്ന് വായിച്ചേ. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ലയോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ ഇങ്ങനെ എന്നെ മെനഞ്ഞത് എന്ത് എന്ന് ചോദിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്ന കാലത്തോളം മണ്ണിന്റെ മേലെ അധികാരമുള്ളത് നല്ല കുശവനായ കർത്താവിനാണ്. മണ്ണിന് എന്നെ ഇങ്ങനെ മെനയുന്നത് എന്തിനെന്ന് ചോദിക്കാൻ അനുവാദമില്ല. എന്നെ ഇങ്ങനെ ചക്രത്തിലിട്ട് കറക്കുന്നത് എന്തെന്ന് ചോദിക്കാൻ അനുവാദമില്ല. മണ്ണ് മൗനമായി ഇരുന്നു കൊടുത്താൽ ഒരു ദിവസം തിളങ്ങുന്ന പാത്രമായി പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 21-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. യെസ്.
അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? അപ്പോൾ ഒന്നാമത്തെ പാത്രം മാനപാത്രം, രണ്ടാമത്തെ പാത്രം അപമാനപാത്രം, മൂന്നാമത്തെ പാത്രം 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു കോപപാത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു കരുണയുടെ പാത്രം. അങ്ങനെ വിവിധ പാത്രങ്ങളാക്കി നമ്മെ പണിതെടുക്കുവാൻ കുശവന് കഴിയും. അതിൽ ഒന്നാമത്തെ പാത്രമാണ് മാനപാത്രം, മാന്യതയുടെ പാത്രം. കുശവന്റെ കയ്യിൽ ഇരുന്ന് ചീത്തയായി പോയ പാത്രം അതിനെ തള്ളിക്കളയാതെ മറ്റൊരു പാത്രമാക്കി പണിതെടുത്ത് അത് ഉന്നതന്മാരുടെ വീടുകളിൽ വയ്ക്കാൻ കൊള്ളാകുന്ന മനോഹരമായ വിലപിടിപ്പുള്ള പാത്രമായി. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സഭയിൽ 1-2 വട്ടം സൂചിപ്പിച്ചിട്ടുമുണ്ട്. ദൈവത്തിന് നമ്മുടെ രാജ്യത്ത് ഇംഗ്ലണ്ടിലെ രാജകുമാരൻ നമ്മുടെ രാജ്യത്ത് എക്സ്കർഷന് വേണ്ടി ടൂർ പ്രോഗ്രാമിന് വേണ്ടി കടന്നു വരികയാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പുരാതന കാലത്ത് നടന്നൊരു സംഭവമാണ്. ഞാൻ ജനിക്കും മുമ്പേ കേട്ടുകേൾവിയാണ്. അദ്ദേഹം എറണാകുളത്ത് ആലുവയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. എറണാകുളം ജില്ലയിൽ ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആലുവയിലാണ് ദൈവദിനം പഠിക്കുന്നത്. കർത്താവിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഒരിക്കൽ കുശവനായ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ഈ ഇംഗ്ലണ്ടിലെ രാജകുമാരനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോൾ വെയിലത്തിരുന്ന് തിളങ്ങുന്ന ഒരു പാത്രം അദ്ദേഹം കണ്ട് അദ്ദേഹം പെട്ടെന്ന് എന്തും മനോഹരമെന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ വലത്തെ കരം ഇങ്ങനെ പിടിച്ചതും അദ്ദേഹത്തിൻ്റെ വലത്തെ കരം ആ പാത്രത്തിൽ മണ്ണിൽ പതിയുകയും ഉടനെ അദ്ദേഹത്തെ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, അയ്യോ സാർ, ഇത് ഇനി വിൽക്കാൻ കൊള്ളത്തില്ല, കൈ പതിഞ്ഞുപോയി, ഇത് ഉണങ്ങിയ പാത്രമല്ല. രാജകുമാരന് ഭയങ്കര സങ്കടം. അദ്ദേഹം പറഞ്ഞു, അവർക്ക് ചോദിക്കുന്ന കാശ് കൊടുക്കാം, അതങ്ങ് എടുത്ത് ദൂരെ കളഞ്ഞേക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണറാകുന്ന കുശവനൊരു ഐഡിയ തോന്നി. അദ്ദേഹം പറഞ്ഞു, നോ, ഇത് രാജകുമാരൻ്റെ കൈ പതിഞ്ഞ പാത്രമായി ഇവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഐഡിയ അദ്ദേഹം ആരോടും പറയാതെ പൂഴ്ത്തിവെച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞു രാജകുമാരൻ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് കടന്നുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയ പത്രപരസ്യം കൊടുത്തു. ഇംഗ്ലണ്ടിലെ രാജകുമാരൻ്റെ വലം കൈ പതിഞ്ഞ പാത്രം വിൽപ്പനയ്ക്ക്. എൻ്റെ കേട്ടറിവനുസരിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ധനികനായ മനുഷ്യൻ എറണാകുളത്ത് ആ പാത്രം ലേലത്തിന് വാങ്ങി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചു. ഇംഗ്ലണ്ടിലെ രാജകുമാരന് കൈ പതിഞ്ഞ പാത്രം. ഒരു രാജാവിൻ്റെ മകൻ്റെ കൈ പതിഞ്ഞ പാത്രത്തിന് അത്രയും വിലയുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വച്ചാൽ നിന്റെ സ്ഥിതി മാറും, നീ ആള് മാറും. ചിലപ്പോൾ വേദനയായിരിക്കാം. ദാവീദ് പറഞ്ഞു 139-ാം സങ്കീർത്തനത്തിൽ, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ചിലപ്പോൾ ദൈവം നമ്മുടെ വഴി അടച്ചെന്ന് വരാം, ചിലപ്പോൾ ദൈവം നമ്മെ കൈവിട്ടുവെന്ന് തോന്നാം. ഭയപ്പെടരുത്, ഒരു നല്ല പാത്രമായി പുറത്തു വരുവാൻ നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നീയോ യഹോവേ, അങ്ങ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ അങ്ങയുടെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് അങ്ങ് ഞങ്ങളെ മനയുന്നവനുമാകുന്നു. തനിക്കിഷ്ടമുള്ള ഒരു മാനപാത്രമായി താൻ പണിയേണ്ടതിന് നമ്മെ ദൈവഭാഗം സമർപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് എന്നെ ഒന്ന് പണിയണമേ കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ കർത്താവേ. ഒന്ന് സമർപ്പിച്ചാണ്. ഓ ഹല്ലേലൂയ. എന്നെ പണിയണമേ കർത്താവേ, എന്നെ പണിയണമേ കർത്താവേ. ഞാൻ ഉടഞ്ഞ പാത്രമാണ്, തകർന്ന പാത്രമാണ്. ഓ, എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിലൊരു സഹോദരി ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു ദൈവദാസൻ ആ സഹോദരിയുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, എറിഞ്ഞുടയ്ക്കപ്പെട്ട പാത്രം പോലെ നിന്റെ കുടുംബജീവൻ തകർന്നിരിക്കുന്നു, ഞാൻ നിന്നെ പണിയാൻ പോകുകയാണ്. അവർ ഡൈവോഴ്സിന് കേസ് കൊടുത്തിരിക്കുകയായിരുന്നു. ചില വർഷങ്ങൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ മാസം ഈ ദൂത് കേട്ട് ആ സഹോദരി കേസിന് ചെല്ലുമ്പോൾ ആ സഹോദരനും സഹോദരിയോട് പറഞ്ഞു, നമുക്കിനി കേസ് വേണ്ട, ഒന്നിച്ച് ജീവിക്കാം. ഇന്നും അവർ സ്വസ്ഥതയോടെ ജീവിച്ച് കർത്താവിനെ സേവിക്കുന്നു. ദൈവമേതിലെ ഉടഞ്ഞ ജീവിതമാണ് നിന്റെ ജീവിതമെങ്കിൽ പണിയുന്നൊരു നല്ല കുശവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പകൽ വിളക്കായി സ്തോത്രം. ഈ വിശുദ്ധ ദിവസം നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ വരുന്ന കർത്താവേ,
അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾക്ക് തന്നല്ലോ. നന്നായി ആരാധന ലീഡിയുവാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. ദൈവമേ, വരുന്നൊരാഴ്ച മുഴുവൻ ജീപ്പാള് കൃപ നൽകണമേ കർത്താവെ. ലോകമെമ്പാടും ഈ കർത്താവെ വീഡിയോ എത്തിക്കുന്ന റോജന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനെ അനുഗ്രഹിക്കണമേ, കർത്താവിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ കണ്ടെയ്ൻമെന്റ് സോണുകളിലും സ്തോത്രം ചെയ്യുന്നു, മറ്റും പാർക്കുന്ന നിങ്ങളുടെ ദൈവമക്കളെ ഓർക്കുന്നു. ഇതുവരെ സൂക്ഷിച്ച ദൈവം പിന്നെയും സൂക്ഷിക്കണമേ. ഇന്ന് രാത്രി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. ഈ ഒരാഴ്ച ഞങ്ങൾ ഭവനങ്ങൾക്കകത്താണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിൽ ചേരണമേ. ഏലിയാവിൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവമായിരിക്കാൽ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെള്ളനാട് IPC ഹോറെ വർഷിപ്പ് സെൻറ്റർ സഭയുമായി ബന്ധപ്പെടുവാനും കൂടുതൽ ദൈവവചനം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന ടെലിഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.